എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മഹാദുരന്തത്തിൻ്റെ കഥയാണല്ലേ. ട്രെയിൻ അപകടം, ഒഡീഷയിൽ നടന്നിട്ടുള്ള ട്രെയിൻ അപകടം. എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാകും, സംസാരിക്കുന്നുണ്ടാകും. നമ്മളൊന്നും അതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. നിലവിൽ മരണനിരക്കെന്ന് പറയുന്നത് 288 കൺഫേംഡ് കേസസ് ആണ്. അതിനിയും ഉയരാമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം ആശുപത്രിയിൽ കഴിയുന്ന പല ആൾക്കാരുടെ നില അതീവ ഗുരുതരമാണ്. 900-ഓളം വരുന്ന ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ വളരെ അതീവ ഗുരുതരമായിട്ടുള്ളവരുണ്ട്, കുറച്ചുകൂടെ സാരമായിട്ടുള്ളവരുമുണ്ട്, പിന്നെ നിസാരമായിട്ടുള്ള പരിക്കുകളോടെ രക്ഷപ്പെട്ടവരുമുണ്ട്, ഒരു പരിക്കുകളും ഇല്ലാതെ രക്ഷപ്പെട്ടവരും ഒരുപാടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയുവാണെങ്കിൽ നമ്മളിതുപോലത്തെ മഹാദുരന്തങ്ങളെ അതിൻ്റെ ഭീകരത അളക്കുന്നത് മരണനിരക്ക് കൊണ്ടാണല്ലേ. 288 പേര് മരിച്ചു, ശരിയാണ്, അത്രത്തോളം ഭീകരതയുണ്ടല്ലേ. പക്ഷേ മറിച്ച് വലിയൊരു ശതമാനം ആൾക്കാർക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ കൈ നാളെ ഏതെങ്കിലും അപകടത്തിൽ അറ്റുപോവുകയാണ്, ഇവിടുന്ന് അറ്റുപോവുകയാണ്, ഒരു കൈയല്ല 2 കൈ അറ്റുപോയാലോ? പോട്ടെ, നമുക്ക് ഈ ഒരു ചെറുവിരൽ അറ്റുപോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ കാലും കൈയും വിരലും എല്ലാം അറ്റുപോയി ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താവും? അങ്ങനെ ഒരുപാട് മനുഷ്യർ കൂടെ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന വീഡിയോ സെൻസേർഡാണ്, മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോ സെൻസേർഡാണ്. പച്ചയായിട്ടുള്ള വീഡിയോ നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. പക്ഷേ പലപ്പോഴും വാട്സാപ്പിലൊക്കെ റോ ആയിട്ടുള്ള ഫുട്ടേജ് നമുക്ക് അയച്ചു കിട്ടാറുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിനെ ട്വിറ്ററിൽ കയറി നോക്കി, ട്വിറ്ററിൽ അൺസെൻസേർഡ് ആയിട്ടുള്ള അവിടെ നിന്നുള്ള ലൈവ് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. കാണാൻ പറ്റിയിട്ടുള്ള കാഴ്ചകൾ ഇതായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാലും കൈയൊക്കെ ചിതറിത്തെറിച്ച് കിടക്കുന്നു. അത് മരണപ്പെട്ട മനുഷ്യരാണ്. മുഖം വേറെ, ഉടൽ വേറെ, തല വേറെയൊക്കെ ആയിട്ട് ചിന്നി ചിതറിക്കിടക്കുന്നു. അപ്പോൾ അത് മരിച്ചവരുടെ അവസ്ഥയാണ്. അപ്പോൾ ജീവനുള്ളവരുടെയും കൈയും കാലൊക്കെ എത്ര പേരുടെ പോയിട്ടുണ്ടാകും. അതിനേക്കാളും ഭീകരമായിട്ടുള്ള ദൃശ്യമായിരുന്നു. അതായത് ഒരുപാട് പേര് ഒറ്റയടിക്ക് മരണപ്പെട്ട ഒരു സംഭവമാണല്ലോ. അപ്പോൾ ബോഡി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ സംഭവം നടന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അതെപ്പോഴും ഒരു സിറ്റി ഏരിയയിലൂടെ അല്ല പോകുന്നത്. ചിലപ്പോൾ സൈഡിൽ ഫുള്ള് കാടും പാടങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതിലേക്ക് ആ ഏരിയയിലേക്ക് റോഡ് ആക്സസ് ഒന്നുമില്ല. എല്ലാ ഗ്രാമങ്ങളിലൂടെയും പോകുന്ന ഒന്നാണ് ട്രെയിനല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബോഡീസ് എല്ലാം മാറ്റിയത്, കൂട്ടിയിട്ടത് എന്ന് വേണം കൃത്യമായിട്ട് പറയാനായിട്ട്. കാരണം ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു സ്കൂളിൽ, അടുത്തുള്ള ഒരു സ്കൂളിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എത്ര ഭീകരമായിട്ടുള്ള ദൃശ്യമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ പറ്റും. ഒരച്ഛൻ കിടന്ന് കരയുകയാണ്, എൻ്റെ മകൻ ആ കൂട്ടത്തിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോ മൃതദേഹവും ഇങ്ങനെ മുഖങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മകൻ മരിച്ചോ ഇല്ലയോ എന്നെങ്കിലും ഒന്ന് പറ, എനിക്കത് സ്ഥിരീകരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കിടന്ന് അലമുറയിട്ട് കരയുന്നുണ്ട്. അത്രത്തോളം ഭീകരമായിട്ടുള്ള കാഴ്ചകളാണ് കാണേണ്ടി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണനിരക്ക് മാത്രമല്ല ഭീകരത എന്നുള്ളത്. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ കയ്യിലെ ചെറുവിരൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം വിഷമം ഉണ്ടാക്കും, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾക്ക്. അങ്ങനെയെങ്കിൽ 2 കൈയും അല്ലെങ്കിൽ ഒരു കാല്, 2 കാലൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള അനേകം മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വളരെ ദുരന്തപൂർണ്ണമായിട്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ICUയിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കഴിയുന്ന ഒരുപാട് മനുഷ്യരും ഈ കൂട്ടത്തിലുണ്ട്. പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, അപകടത്തെ നമ്മൾ ആക്സിഡൻസ് എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. എന്താണ് ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് വോളണ്ടറി അല്ലാതെ ആയിരിക്കും പലപ്പോഴും ആക്സിഡൻസ്. ഇപ്പോൾ നമ്മൾ വാഹനാപകടം ചിലപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും, നമ്മൾ മനഃപൂർവ്വം കൊണ്ട് ഇടിക്കുന്നതാണ്, അല്ല, അപകടം സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ പാളം തെറ്റുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നൊന്നല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആയിരുന്നു ഈ ഒരു അപകടം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ അന്വേഷണം, അതിൻ്റെ ഒഫീഷ്യൽ എൻക്വയറി റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അന്തിമ റിപ്പോർട്ടൊക്കെ വരും. നാളെ മറ്റൊരു കഥയായിരിക്കാം പുറത്തു വരുന്നത്. അപ്പോൾ ദയവായിട്ട് അടുത്ത ദിവസം വന്ന് കമൻറ്റ് ചെയ്യാതിരിക്കുക, നീ പറഞ്ഞൊക്കെ തെറ്റല്ലേ. ഞാൻ എനിക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് തന്നെയാണ് തീർച്ചയായിട്ടും സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു റെയിൽവേ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറിനെ പറ്റി സംസാരിക്കണം. അപ്പോൾ ഒരു ട്രെയിൻ അപകടം നടന്നു, അടുത്ത ട്രെയിൻ ഒരു 10-20 മിനിറ്റിന് ഉള്ളിൽ അടുത്ത ട്രെയിൻ വന്നു എന്നാണ് പറയുന്നത്. അതുപോലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. അതിന് മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല, ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റിയില്ല, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്, ഏത് ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഒരു അപകടത്തിൽപ്പെട്ടത് 3 ട്രെയിനുകളാണ്. ഒന്നാമത്തേത് ഗുഡ്സ് ട്രെയിനുകളാണ്, അഥവാ ചരക്ക് ട്രെയിനുകളാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിനല്ലേ. രണ്ടാമത്തേത് ചെന്നൈ കോറമാൻഡൽ എക്സ്പ്രസ് ആണ്. ഇത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുത്ത് വെസ്റ്റ് ബംഗാളിലുള്ള കൊൽക്കട്ടയിലേക്ക് പോകുന്ന ട്രെയിനാണ്. കൊൽക്കട്ടയിലേക്ക് പോയ ശേഷം അവിടുന്ന് തിരികെ വീണ്ടും ചെന്നൈയിലേക്ക് വരുന്നു. അപ്പോൾ ചെന്നൈ കൊൽക്കട്ട ചെന്നൈ റൂട്ടിലാണ് ഇത് ഓടുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ കർണാടകയിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ഭൂരിഭാഗം അന്യ സംസ്ഥാന തൊഴിലാളികളും ഉപയോഗിക്കുന്ന ഒരു ട്രെയിനാണിത്. കാരണം ഡയറക്റ്റ് റൂട്ടാണ് ഇങ്ങോട്ട്. നേരിട്ട് ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഇവിടെ വന്നിറങ്ങാം. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന ഭൂരിഭാഗം അന്യ സംസ്ഥാന തൊഴിലാളികളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു കോറമാൻഡൽ എക്സ്പ്രസ്സിനെയാണ്. ഇനി മൂന്നാമത്തെ ട്രെയിൻ ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ റൂട്ട് ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും എടുത്ത്
വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തുള്ള ഹൗറ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇത് പോകുന്നത്. അതിനുശേഷം ഹൗറയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വരുന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഹൗറ, ഹൗറ ബാംഗ്ലൂർ ആണല്ലേ. അപ്പോൾ ഈ 3 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ ഗുഡ്സ് ട്രെയിൻ, രണ്ടാമത്തത് കൊറമാൻഡൽ എക്സ്പ്രസ്, മൂന്നാമത്തത് ഹൗറ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരാം. കൊൽക്കത്തയിൽ നിന്നും ചെന്നൈയിലേക്ക് വരികയായിരുന്ന കോറമാൻഡൽ എക്സ്പ്രസ് ഇന്നലെ ഏകദേശം വൈകിട്ട് 3:30 കൂടിയിട്ട് ഇത് ഷാലിമർ എന്നൊരു റെയിൽവേ സ്റ്റേഷൻ വിടുകയാണ്. അങ്ങനെ വൈകിട്ട് 6:50 കൂടിയിട്ട് ഇത് എത്തിച്ചേർന്നിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബാലസൂർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇത് പ്രധാന ഒരു ടൗണാണ്, പ്രധാന നഗരമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അടുത്ത പ്രധാന ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു 20-30 മിനിറ്റിൻ്റെ അകത്തുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്രസ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനും നിർത്തത്തിൽ നമ്മൾ പോകുമ്പോഴേക്കും പല ചെറിയ റെയിൽവേ സ്റ്റേഷൻ കാണാം അല്ലേ. അങ്ങനെ ഈ ബാലാസൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിൻ്റെ അകത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് ബെഹനഗർ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ട്രെയിൻ ബെഹനഗർ റെയിൽവേ സ്റ്റേഷൻ എത്താറായിയാണ്. പക്ഷേ ഇവിടെ എവിടെയോ ഒരു പ്രശ്നം പറ്റുകയാണ്. അത് കൃത്യമായിട്ട് അന്വേഷണം വരേണ്ടതുണ്ട്. ഒന്നെങ്കിൽ സിഗ്നലിംഗ് കൊടുത്തതിലെ പ്രശ്നം. അപ്പോൾ നിലവിലെ പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുന്നത് തെറ്റായിട്ട് സിഗ്നലിംഗ് കൊടുത്തു എന്നുള്ളതാണ്. വേറൊരു ട്രാക്ക് ഫോളോ ചെയ്യാനായിട്ട് തെറ്റായിട്ടുള്ള സിഗ്നലിംഗ് വന്നു. അവിടെ നമ്മൾ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ കാണാം പച്ച ചുമലൊക്കെ കത്തുന്നതല്ലേ, പച്ച കത്തുന്ന ട്രാക്കിലേക്കാണ് കയറേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇത് ബഹനഗർ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോഴേക്കും ചെറിയൊരു ട്രാക്ക് സ്പ്ലിറ്റിംഗ് ഉണ്ട്. അതിന് സ്പീഡ് കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രത്തോളം വലിയ ആംഗിൾ സ്പ്ലിറ്റിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന ലൈനിനെയാണ് ലൂപ്പ് ലൈൻ എന്ന് പറയുന്നത്. നേരെ പോകുന്ന ലൈനെ മെയിൻ ലൈൻ എന്ന് പറയുമല്ലേ. അപ്പോൾ നിലവിൽ വന്നപ്പോഴേക്കും പ്രാഥമിക അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ലൂപ്പ് ലൈനിലേക്ക് കയറാനായിട്ട് ഈ ഒരു ട്രെയിനിന് ഒരു സിഗ്നൽ കിട്ടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു ചില റിപ്പോർട്ടുകൾ കാണുന്നു, അല്ലെങ്കിൽ ഈ ഒരു ട്രെയിൻ പൈലറ്റിന്, ലോക്കോ പൈലറ്റിൻ്റെ ഒരു തെറ്റുകൊണ്ടായിരിക്കും, പുള്ളിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു അബദ്ധം കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഇത് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പോകേണ്ടത് മെയിൻ ലൈനിലൂടെ ആയിരുന്നു. അതായത് ഈ ബഹനഗർ റെയിൽവേ സ്റ്റേഷനിൽ 5 ട്രാക്കുകളാണല്ലേ ഉള്ളത്. അതിലെ 3ാമത്തെ ട്രാക്കിൽ ഒരു ഗുഡ്സ് ട്രെയിൻ സ്റ്റേഷനറി ആയിട്ട് അനങ്ങാതെ അവിടെ കിടക്കുകയാണ്, പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ലൂപ്പ് ലൈനിലൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്താൻ പോകുന്നത് ഈ ഒരു 3ാമത്തെ ലൈനിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ തെറ്റായിട്ടുള്ള സിഗ്നലിനെ തുടർന്ന് 130 km/h വന്നിട്ടുണ്ടായിരുന്ന കോറമാൻഡൽ എക്സ്പ്രസ് മെയിൻ ലൈനിലൂടെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ വളഞ്ഞ് ലൂപ്പ് ലൈൻ എടുത്ത് നേരെ ഈ പറഞ്ഞ ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു. 130 km/h വരുന്ന ഒരു തീവണ്ടിയാണ്. അപ്പോൾ അതിന് എത്രത്തോളം വെയിറ്റ് ഉണ്ടാകും, അതിന് എത്രത്തോളം കൈനറ്റിക് എനർജി മൊമെൻറ്റോ ഒക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലേ. ഇടിച്ച വഴിക്ക് ഇതിൻ്റെ എൻജിൻ വായുവിലൂടെ പറന്ന് ഇതിൻ്റെ മുകളിലേക്ക് തലകീഴായി മറിഞ്ഞ് കയറുകയാണ്. പിന്നീട് പുറകെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ. എല്ലാ ബോഗികളും ഇങ്ങനെ പാഞ്ഞു വരുമല്ലോ 130 km/h. അപ്പോൾ തൊട്ട് പുറകിൽ അടുത്ത ബോഗി ഇടിച്ചു, അടുത്ത ബോഗി ഇടിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? കുറേ ബോഗികൾ കംപ്രസ്ഡായി, ആൾക്കാർ ഞെരിഞ്ഞമർന്ന് അവരുടെ കൈയും കാലൊക്കെ ചിന്നിച്ചിതറി ഭസ്മമായി പോയി. കുറേ പേര് തല പൊട്ടി, കുറേ പേര് വളരെ ദാരുണമായിട്ട് മരണപ്പെട്ടു. കുറേ പേരുടെ തലയിലേക്കും കഴുത്തിലേക്കൊക്കെ ആ വെയിറ്റുള്ള സാധനങ്ങൾക്ക് ഇടിച്ചു വന്നു. കുറേ പേര് തിങ്ങി ഞെരിങ്ങി മരണപ്പെട്ടു. കാരണം കംപ്ലീറ്റ് ഹെവി മെറ്റൽ പാർട്സാണ്. പ്രധാനമായിട്ടും 2 ബോഗികളുടെ ഇടയിലുള്ള കണക്ടർ പീസൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഹെവി മെറ്റൽ സാധനമാണ് വരുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ വന്ന് ശരീരത്തൊക്കെ തറച്ച് കംപ്രസ്ഡ് ആയിട്ട് വളരെ ദാരുണമായിട്ട് ഒരുപാട് പേര് മരണപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് അംഗവൈകല്യത്തോടെ ജീവിക്കേണ്ട ഒരു അവസ്ഥയും കൂടെ ഇത് കാരണം സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ആ ഒരു ആൾക്കാരെ മറന്നു പോകും. അപ്പോൾ ഈ ഒരു വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. കോറമാൻഡൽ എക്സ്പ്രസ് നേരെ പാളം തെറ്റി, നമ്മൾ ലൂപ്പ് ലൈനൊന്നും മനസ്സിലാക്കേണ്ട, പാളം തെറ്റി നേരെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിച്ച് വലിയൊരു അപകടം സംഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എൻജിൻ അടക്കമുള്ള ഭാഗങ്ങൾ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ വരെ പോകുന്നൊരവസ്ഥയായിരുന്നു നമ്മൾ കാണേണ്ടിയിരുന്നത്. കാരണം അത്ര ഇമ്പാക്റ്റാണ്. 130 km/h വേഗതയിലായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കാരണം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ സിഗ്നലിംഗിൽ എററായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലോക്കോ പൈലറ്റിന് സംഭവിച്ച അബദ്ധമായിരിക്കും. നമുക്ക് ഒരു അന്വേഷണത്തിൽ കണ്ടെത്താല്ലേ. പക്ഷേ വലിയൊരു കാര്യം തന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഈ 3ാമത്തെ ട്രെയിൻ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ. അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. ഒരു 10-20 മിനിറ്റുകൾക്കാവും. പല കണക്കുകളും വരുന്നുണ്ട്. ചിലവർ പറയുന്നു 5 ആണ്, ചിലവർ പറയുന്നു 10 ആണ്. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നാലേ മനസ്സിലാക്കത്തുള്ളൂ. എന്തായാലും ഒരു 10 മിനിറ്റ് എന്നുള്ള ഗ്യാപ്പ് നമുക്ക് കൂട്ടാമല്ലേ. 10 മിനിറ്റ് ഗ്യാപ്പിൽ വേറൊരു ട്രെയിൻ ഈ പാളങ്ങളിൽ, കാരണം ഇടിച്ചപ്പോഴേക്കും ഈ 2 ഗുഡ്സ് ട്രെയിനും കോറമാൻഡൽ എക്സ്പ്രസും കൂടെ കൂട്ടിയിടിച്ചപ്പോഴേക്കും ഈ 2 ട്രെയിനുകളുടെ ബോഗി ചിന്നിച്ചിതറി 5 ട്രാക്കുകളും കൂടെ സ്പ്രെഡായി കിടക്കുമായിരുന്നു. നമ്മൾ ആ ഒരു ആകാശ ദൃശ്യം കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ട്രാക്കുകളെല്ലാം തന്നെ ഈ ട്രെയിനിൻ്റെ ബോഗീസും ആൾക്കാരുടെ ശരീരഭാഗങ്ങളും അല്ലെങ്കിൽ ജീവനോടെയുള്ള ആൾക്കാരൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ട്രെയിൻ കുറച്ച് നേരത്തിനുള്ളിൽ ആ ഒരു ട്രാക്കിലൂടെ വരാനുണ്ട്. അപ്പം ഈ ട്രാക്കിലൂടെ അല്ല, ഈ ബോഗികൾ തെറിച്ച് വേണം മറ്റേ ട്രാക്ക്, 5 ട്രാക്കുകളാണല്ലോ ഉള്ളത്. ആ വന്നിട്ടുണ്ടായിരുന്നായിരുന്നു ഹൗറ എക്സ്പ്രസ്. ഹൗറ എക്സ്പ്രസ് ബാംഗ്ലൂരിൽ നിന്നും
വെസ്റ്റ് ബംഗാളിലേക്ക് അങ്ങോട്ട് പോകുന്ന റൂട്ടിലായിരുന്നു ഹൗറ എക്സ്പ്രസ് നേരെ ഈ ബോഗികളിലേക്ക്, അതായത് ട്രാക്കിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ബോഗികളിലേക്ക് വന്ന് സർവ്വശക്തിയിൽ, അതായത് ഹൈ സ്പീഡിൽ വന്ന് ഇടിക്കുകയാണ്. ആ ട്രെയിൻ പാളം തെറ്റുകയാണ്. നേരത്തെ കോറമാൻഡൽ എക്സ്പ്രസും പാളം തെറ്റിയ പോലെ തന്നെ ഇതിൻ്റെ ബോഗീസും നാനാവശേഷമായിട്ട് ചിന്നിച്ചിതറുകയാണ്. ബോഗീസിലുള്ള ആൾക്കാർ കംപ്രസ്ഡ് ആവുകയാണ്, മെറ്റൽ പാർട്ടുകൾ ഇടിച്ചു കയറുകയാണ്, വലിയൊരു ദുരന്തം സംഭവിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ അപകടം സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ കാരണം ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ഒരു അപകടം, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതായിരിക്കും. പക്ഷേ രണ്ടാമത്തത് സംഭവിച്ച ഒരു ആക്സിഡൻ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഓക്കെ, ആദ്യത്തെ സംഭവിച്ചു, നമുക്ക് ഒന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ രണ്ടാമത്തെ ഉറപ്പായിട്ട് പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നു, അത് തടയാമായിരുന്നു. അവിടെ ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ വലിയൊരു ഫെയിലിയർ, വലിയൊരു പരാജയമാണുള്ളത്. ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിനും കടത്തി വിടാൻ, അത് സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ട്രെയിൻ നിർത്താനായിട്ട് 5 മിനിറ്റ് താഴെ മതി, സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ കൂടിയിട്ട്. പക്ഷേ അവർക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സംവിധാനം ഒന്നും അറിയാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എവിടെയാണ് പാളിച്ച പറ്റിയത്, എന്താണ് സംഭവിച്ചത് ഒന്നാലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പല ഹോട്ടലുകളിലൊക്കെ കാണുന്ന ഭായിമാരില്ല, അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ, അവരൊക്കെ വന്നുകൊണ്ടിരുന്ന ട്രെയിനായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ അകത്ത് 3 മലയാളികളുണ്ടായിരുന്നു. അവർ ഒരു പരിക്കൂലാതെ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ബോഗികളിലുള്ളവർക്ക് സേഫാണ്, കുഴപ്പമില്ല. പക്ഷേ ബാക്കി ബോഗികളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ശരീരം തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അവരുടെ ശരീരങ്ങൾ ഉണ്ടായിരുന്നത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവം. അപ്പോൾ പറഞ്ഞ ഒന്നോട് ചുരുക്കി പറയുവാണെങ്കിൽ, ഈ ഒരു ബഹനഗാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പാളം തെറ്റി കയറി വന്ന് കോറമാൻഡൽ എക്സ്പ്രസ് ഇടിക്കുകയാണ്. ഇടിച്ച് അതിൻ്റെ ബോഗീസൊക്കെ ചിന്നിച്ചിതറുകയാണ്. ആൾക്കാർ വളരെ ദാരുണമായിട്ട് മരണപ്പെടുകയാണ്. ഈ ബോഗീസ് അവിടെ ഉണ്ടായിരുന്ന 5 ട്രാക്കിലും കൂടെ സ്പ്രെഡായിട്ട് കിടന്നു. അങ്ങോട്ട് ഏകദേശം ഒരു 10 മിനിറ്റിനകം പാഞ്ഞു വന്നിട്ടുള്ള ഹൗറ എക്സ്പ്രസ് ഈ ബോഗികളിൽ ഇടിച്ച് അതും പാളം തെറ്റി ഡീറെയിലായി ആൾക്കാർ മരിച്ചു. അതിൻ്റെ ബോഗീസൊക്കെ മറിഞ്ഞ് തലകീഴൊക്കെ ആയിട്ട് മറിഞ്ഞു പോകുകയായിരുന്നു. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനുകൾക്ക് നിർത്തേണ്ട കാര്യമില്ല, വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാതയാണ്. അതിൻ്റെ ഫുൾ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ ബഹനഗാർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പാളം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ ആഘാതം വളരെയേറെ വർദ്ധിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ സിസ്റ്റത്തിൻ്റെ പരാജയം കൊണ്ട് ആൾക്കാരുടെ ജീവൻ, അതൊരു 10 ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തോരം അതിനെപ്പറ്റി ചർച്ച ചെയ്യും. കണ്ടോ ആ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് തകർച്ച കണ്ടോ, അവിടുത്തെ ഗവൺമെൻറ്റിന് തകർച്ച കണ്ടോ, അവിടുത്തെ ഗതാഗത വകുപ്പിൻ്റെ തകർച്ച കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടുത്തെ പരാജയം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. പക്ഷേ ഇവിടെ ഇത്രയും പേര് മരണപ്പെട്ടതെന്നല്ല പറയേണ്ടത്, കൊല്ലപ്പെട്ടിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെപ്പറ്റി എന്തുകൊണ്ടാണ് ആരും സംസാരിക്കാത്തത്? തീർച്ചയായിട്ടും ആദ്യത്തെ അപകടം നടന്നു, അത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള പരാജയമാകാം, ഈ ലോക്കൽ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പരാജയമാകാം. അന്വേഷണ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു ആക്സിഡൻ്റ് ആണ്. കാരണം അവർക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, മനഃപൂർവ്വം അല്ല, പെട്ടെന്ന് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന് അതിൻ്റെ റീസൺ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ട്രെയിൻ വന്ന് ക്രാഷ് ആകുന്നത് ഉറപ്പായിട്ടും ഇന്ത്യൻ റെയിൽവേക്ക് തടയായിരുന്നു. നല്ലൊരു കൃത്യമായിട്ടുള്ളൊരു എക്യുപ്പൈഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ. ഈ ഒരു കാലം എന്ന് പറയുന്നത് 2023 5G കാലഘട്ടമാണ്. അത്രത്തോളം വേഗതയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ 1980കളിലെ സിസ്റ്റം വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഈ 2022 ബജറ്റ് പറയുമ്പോഴേക്കും നമ്മുടെ റെയിൽവേ മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയൊരു റെയിൽവേ സംവിധാനം സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് പറയുന്നത് കംപ്ലീറ്റ് വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപകടങ്ങളൊന്നും ഉണ്ടാകത്തേയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. എവിടുന്ന് അത് നടപ്പിലാക്കാൻ പറ്റിയില്ല ഒന്നും. കാരണം ഇന്ത്യൻ റെയിൽവേയുടെ സിസ്റ്റം അതിന് സ്യൂട്ടാവുന്നതല്ല. ഇവിടെ പഴകിദ്രവിച്ച പാളങ്ങളും വന്ദേ ഭാരത് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഹൈ സ്പീഡിൽ പോകാൻ പറ്റുന്ന ട്രെയിനാണ്. പക്ഷേ അതിന് അത്രത്തോളം സ്പീഡൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ പാളങ്ങൾ അതിന് അനുയോജ്യമായിട്ടുള്ളതല്ല. ചിലപ്പോൾ ഡീറെയിൽ ചെയ്യാൻ, പാളം തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെയേറെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഇവിടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ 350 km/h പോകുന്ന ട്രെയിനൊക്കെ സാധാരണ കാഴ്ചകളാണ് അവിടുത്തെ. പക്ഷേ നമ്മളിപ്പോഴും 100 km/h അല്ലെങ്കിൽ 150 km/h എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് കാണേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ദയവായിട്ട് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാതിരിക്കുക. ഗവൺമെൻറ് സിസ്റ്റവും റെയിൽവേ സിസ്റ്റവും അതിൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. പണിയറിയത്തില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് മാത്രം എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്? എത്ര കുടുംബങ്ങൾ വഴിയാധാരമായി? എത്ര ആൾക്കാർക്ക്, മനുഷ്യർക്ക് കൈയും കാലും വിരലുകളും തലയും, എത്ര പേര് വളരെ ക്രൂരമായിട്ട് വളരെ വേദന സഹിച്ച് ഞെരിഞ്ഞമർന്ന് മരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ വിഷം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരിക്കുമായിരിക്കുമല്ലോ. പക്ഷേ ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ തല ഇങ്ങനെ 2 ഇരുമ്പ് വെച്ച്, നമ്മൾ ക്രഷർ മെഷീൻ കണ്ടിട്ടുണ്ടല്ലേ, എന്തോ ഒരു പേര് പറയുമല്ലോ, അത് വെച്ചിട്ട് നമ്മുടെ തല അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് പൊട്ടിക്കുന്നത്. അതുപോലെ എത്ര പേരുടെ തല പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും, എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ മക്കളുണ്ടാകത്തില്ലേ, അല്ലെങ്കിൽ കുഞ്ഞുമക്കളായിരിക്കത്തില്ലേ, ഒരു കുടുംബം അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കത്തില്ലേ ജീവിക്കുന്നത്. ഇതിലൊക്കെ ഉത്തരവാദി ഇവിടുത്തെ ഇന്ത്യൻ റെയിൽവേയുടെ പരാജയം തന്നെയാണ്. അത് കൃത്യമായിട്ട് എടുത്ത് പറയുകയും ചെയ്യും എന്തൊക്കെ കേസ് വന്നാലും. മറ്റൊരു വീഡിയോയിൽ മറ്റുള്ള വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇൻസ്പിറേഷൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.